റേഞ്ച് കിട്ടുന്നില്ല. ഇല്ല, ഞാനേ നമ്മളെ തമ്പിയുടെ വീട് വരെ വന്ന്. ആ തമ്പി അല്ലടാ, അയ്യോ പുല്ല് പൊട്ടി ഇപ്പം അതിനകത്ത് കയറ്റി അടിക്കാം. അല്ല എന്ത് ചെയ്യാനാ എടാ, ആ തമ്പിയല്ല, നമ്മളെ വലിയ തമ്പി ഇല്ലയോ, ആ കക്ഷിയുടെ വീട് വരെ വന്ന്. എടാ, അവൻ്റെ ഭാര്യയുടെ മരിച്ചുപോയ വല്യച്ഛൻ്റെ അസ്ഥി എടുക്കുന്ന ദിവസമാണ്. അല്ല, മരിച്ചിട്ട് 1 വർഷമായി. കാര്യം ഇവൻ്റെ ഈ തമ്പിയുടെ ഭാര്യ അങ്ങ് അമേരിക്കയിലായിരുന്നല്ലോ. ആ പെണ്ണ് അവിടെ തിരിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. ഞാൻ ഇവിടെ നിൽക്കാനോ വരുമ്പം എല്ലാം സ്കോച്ച് കൊണ്ട് 2 പേക്കടിക്ക് ഞാൻ 5 ചന്തിയിലെ പൊടി നിന്നിട്ട് ഞാൻ പോകും. നീൻ്റെ പണി നോക്ക്. അല്ല പിന്നെ എടാ തമ്പിയേ, എടാ വലിയ തമ്പിയേ. Yes, I am coming. നീ വായിക്കാത്ത വലിയ പൈപ്പും അടിച്ചു കേട്ടിട്ട് കക്കക്കാതിരിക്കാൻ നീ ആര്? ജോസ് പ്രകാശ്. ഇന്നെന്റെ ഭാര്യ അങ്ങ് അമേരിക്ക. അളിയാ, ഇന്ന് അവൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരത്തില്ലേടാ. അപ്പൊ അവള് കയറി വരുമ്പോഴേ അവളെ മുമ്പിൽ ഒരു പത്രാസായിട്ട് ഞാൻ നിൽക്കണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ? എങ്ങനെ ഉണ്ടളിയാ എന്റെ വേഷം? ഈ ചടങ്ങിനൊരു ബലിക്കാക്കട കുറവുണ്ടായിരുന്നു, അതങ്ങ് തീർന്നു. പേക്കോലം കെട്ടിക്കൊണ്ട് നിൽക്കാതെ. അല്ലേ പിന്നെ കാര്യങ്ങളെല്ലാം നീ നോക്കി നടത്തി എന്റെ കൂടെ നീ ഒന്ന് നിക്കണേളിയാ. ഒരു ടെൻഷനും വേണ്ട, ഈ അസ്ഥി ഒടുക്കുന്നതിനെ വരെ ഞാൻ നിന്റെ കൂടെ കാണും. അതറിയാൻ മതി കേട്ടാ. പിന്നെ അവൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ നസ്തി മാന്തി എടുക്കുന്നു, കൊണ്ടൊടുക്കുന്നു, പിറ്റേന്ന് അവൾ അമേരിക്ക തിരിച്ചു പോകുന്നു. എവിടെ അസ്ഥി മാന്തി എടുക്കുന്നു? ഇവിടെ നിന്ന്. ഇവിടെ പണ്ട് നമ്മളെ കൈസർ വെട്ടി കുടിച്ചിട്ട് സ്ഥലം എന്റെ വല്യച്ഛന്റെ അസ്ഥി. അതല്ല എടാ, കൈസർ വെട്ടി എത്തപ്പോ ഞാനല്ലേടാ കൈസർ വെട്ടി ഇവിടെ കുടിച്ചിട്ട്. പിന്നെ നിന്റെ ഭാര്യയുടെ വല്യച്ഛന്റെ അസ്ഥി ഇവിടെ അങ്ങനെ വന്നു, ഇവിടെ അങ്ങനെ വന്നു. നാട്ടുകാരെ ഞാൻ സത്യം പറയാം. കാര്യം പറ. എടാ, ഇവളെ വല്യച്ഛൻ മരിച്ചപ്പം ആ ബോഡി എടുത്ത് മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് ഞാൻ പഠിക്കാനായിട്ട് അങ്ങ് കൊടുത്ത്. അല്ലാതെ അങ്ങേരെ കൊണ്ടുവന്ന് ഇവിടെ കുടിച്ചിട്ടിട്ട് എനിക്കെന്തെങ്കിലും ഉപയോഗം ഉണ്ടാ? ഇതാകുമ്പോ പിള്ളേര് പഠിക്കാൻ ചെയ്യും. ഒരാതുര സേവനോടാ. യാതൊരു സേവനമല്ല. നീ നിന്റെ വല്യച്ഛന്റെ വസ്തു എടുത്ത് നീ വിറ്റ്. പോക്കിത്തരം പറയരുത്. വിറ്റില്ലേടാ? ഞാൻ വിറ്റില്ല. വിറ്റ്. എത്ര രൂപയ്ക്ക്? 150 രൂപയ്ക്കടാ. കപ്പലണ്ടി കുരു അല്ലേ 150 രൂപയ്ക്ക് വിൽക്കാനായിട്ട്? 150 രൂപയ്ക്ക്. എടാ സത്യം പറ, എത്ര രൂപയ്ക്ക് വിറ്റ്? 150. 1.5 ലക്ഷം രൂപ. പെണ്ണും പിള്ളേടെ വല്യച്ഛനെ വിറ്റിട്ട് 1.5 ലക്ഷം രൂപ മാച്ച് തിന്നിട്ട് ഞെളിഞ്ഞു നിൽക്കുന്ന വൃത്തികെട്ടവൻ. ശരി, 1.5 അങ്ങനെ. എനിക്കെങ്ങനെ നിനക്കെങ്ങനെ? മനസ്സിലായില്ല. എനിക്കെത്ര നിനക്കെത്ര എന്ന് അങ്ങോട്ട് ക്ലിയർ ആയില്ല. അത് ശരി, നിന്റെ പെണ്ണുമ്പിള്ള വരുമ്പോഴത്തേന് ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലായി. അതല്ലോ, നിനക്ക് പാതി എനിക്ക് പാതി. അളിയാ, പിന്നെ അവൾ ഇങ്ങോട്ട് വന്നു കയറിയാണ് ഈ കാര്യം ഒന്ന് നീ വിളിച്ച് പറഞ്ഞു കൊടുക്കല്ലേ. എടാ, ഈ വല്യച്ഛനുണ്ടല്ലോ, മക്കളൊന്നുമില്ല, ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട്, കല്യാണവും കഴിച്ചിട്ടില്ല. ഈ മക്കളില്ലാത്ത വല്യച്ഛ ഇവളെ എടുത്ത് വളർത്തിയതല്ലേടാ. ഈ പറയുന്ന കേട്ടോ, ഞങ്ങളെ കുട്ടനാടത്ത് വിത്തിട്ട് മുളപ്പിച്ചാന്ന് ഞങ്ങളെ എടുത്ത് എന്നെ വളർത്തി. ഇത്തരം ക്ലാസ് ഒന്നും വേണ്ട, ഇങ്ങോട്ട് കയറണ്ട. അതൊക്കെ പോട്ടെ. എടേ, നിന്റെ ഈ വല്യച്ഛന് ഇത് എങ്ങനെടേ ചത്തുപോയത്? റബ്ബറും പാൽ കുടിച്ചോളൂ തുള്ളിച്ചാട് പറ. നിന്റെ ഈ വല്യച്ഛൻ എങ്ങനെ ചത്തിട്ട് തുള്ളിച്ചാടി കിടന്ന മനുഷ്യനാ? സത്യോളിയാ, എനിക്കും അറിഞ്ഞൂടാ എങ്ങനെ ചത്തെന്ന്. ഇവൾ അമേരിക്കയിൽ പോകാൻ നേരത്ത് വല്യച്ഛനെ എന്റെ കൈ പിടിച്ചേപ്പിച്ചിട്ട് പറഞ്ഞ്, ചേട്ടാ വല്യച്ഛനെ പൊന്നുപോലെ നോക്കിക്കോളണം, ഒരു കുറവും വരുത്തല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? നോക്കണം. അതുകൊണ്ട് നേരം പരവരാന്ന് വെളുക്കം പാളിയാ ഈ വലിപ്പമുള്ള 5 ലഡു, 1 തൊട്ടി കരിമ്പിൻ ജ്യൂസ്, ഇതൊക്കെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഡെയിലി ഞാൻ അങ്ങേർക്ക് കൊടുത്തോണ്ടിരുന്നതാ. ഇത്രയും പോഷകമുള്ള ആഹാരം കഴിച്ചിട്ട് എങ്ങനെ ചത്തെന്ന് എനിക്ക് അറിഞ്ഞൂടളിയാ. ചത്തതല്ല, നീ കൊന്നതാ. അതും കരിമ്പും ജ്യൂസ് കൊടുത്ത് ഷുഗർ പിടിപ്പിച്ചല്ലേടാ പട്ടി. എടാ, ആ പാവത്തിന് എലിവിഷം കൊടുത്തിരുന്ന ഒറ്റയടിക്ക് ചത്തേനായിരുന്നു കേട്ടോ. ഷുഗർ പിടിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്തല്ലോടാ വൃത്തികെട്ടവനെ. അറിയാ, ഈ കാര്യങ്ങൾ നീ ഞാനും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. അറിയത്തില്ല. പൈസയുടെ കാര്യം എങ്ങനെ? അതൊക്കെ ഓക്കെയാണ്. നിനക്ക് പാതി എനിക്ക് പാതി. പിക്കപ്പിനകത്ത് അസ്ഥി കൊടുക്കാൻ കൊണ്ടുപോയി. ഞാൻ പിക്കപ്പ് ഒന്നും വിളിച്ചില്ലല്ലോ. ഡ്രൈവർ പിക്കപ്പാന്ന് വിളിക്കുന്നു. അത് ബിഗ് പപ്പ അല്ല, എന്റെ ഭാര്യ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ബിഗ് പപ്പ എന്ന് വിളിച്ചതാണ്. മനസ്സിലായില്ല? വല്യച്ചാന്ന് വിളിച്ചേടാ. ബിഗ് പപ്പ. എന്താ കബഡി കളിക്കുന്നത്? എന്നെ നമുക്ക് വിട്ടുകൊടുക്കല്ലേയാ. എന്നെ വാരി പുണരാനായിട്ട് വിളിക്കലേറിയാ. 1 വർഷം കഴിഞ്ഞ് അമേരിക്കന്ന് വരികയല്ലയോ, ഒന്ന് പുണർന്നോട്ടടാ. ഇവൾ അമേരിക്കയിൽ പോകാൻ നേരത്ത് എയർപോർട്ടിൽ വെച്ച് എന്നെ ഒന്ന് വാരി പുണർന്ന് എന്നെ അവിടെ നിന്ന് പഠിച്ചെടുത്തോണ്ടാണ് പോയത്. 1.5 മാസമോളളിയാ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നത്. നിനക്കറിയാവോ? എന്നെ
എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറയാണ് ഇതെന്തോന്നാ എക്സ്റേ ആണോ അത് അരിമുറുക്ക് പൊടിച്ചു വെച്ചോണ്ട് വന്നേക്കുന്നത്. ഇനി ഞാൻ അങ്ങോട്ട് എന്ത് കയറി കൊടുക്കണോ ഞാൻ? വേണ്ട വേണ്ട, ഉള്ള ഉയരം കൊണ്ട് നീ ഇവിടെ നില്ല്. വലിയ തമ്പി. ഓ കുഞ്ഞുമോളെ. കുഞ്ഞുമോളോ? ഓ നീ ആര്? വലിയ തമ്പി. ആരായി പേരിട്ടെ? അയ്യോ ഈ ചത്തുപോയ വലിയ ചൈ. ആർക്ക് ഭ്രാന്ത്? എടി നീ അമേരിക്കയിൽ നിന്ന് വന്നോണ്ട് അമേരിക്കൻ സംസ്കാരം ഒന്നും ഇവിടെ കാണിക്കരുത്. നീ ചാടിക്കയറി ഇങ്ങോട്ട് വന്നാ നാട്ടുകാരെന്ന് പറയും ബോധമുണ്ടോ എനിക്ക്? Oh, you stop it, കുഞ്ഞുമോളെ. I will the communicate. No, I will stop you. You not stop. No, never. I will stop. No, I will complain the community police station. No, you complete. Relax. I will stop you. You go. No, I will do. I will stay you. Yeah, man. You come on. Yes, I will do. അല്ല ഇവിടെ എന്തോന്നൊരു സൗണ്ട് കേട്ടത്? കരിക്കും വെള്ളം കുടിച്ചത്. അവിടെ എന്തോന്ന് സൗണ്ട് കേട്ടത്? ഞാൻ ചെറുതായിട്ടൊരു ഐസ്ക്രീം തുടങ്ങിയത്. Come back. Come back. അയ്യോ അളിയാ, മഴ വരുന്ന ആട്ടിനെ കെട്ടിട്ട് വരാടേ. ആടിനെ കെട്ടിയതല്ല, എന്റെ പെണ്ണുമ്പോൾ അവിടെ പറഞ്ഞതാ. Come back. അളിയാ, അമേരിക്കയിൽ പോയപ്പോ ഇവള് വഴി വഴച്ചു പോയളിയാ. തമ്പാക്കൊക്കെ ചോദിക്കുന്നതാ അവള്. കമ്പാക്കല്ല, കമ്പാക്കെന്ന് പിറക്കെ ചെല്ലാൻ കേട്ടോ. എന്ത് കുഞ്ഞുമോളെ? വലിയച്ഛൻ. നമ്മുടെ വലിയച്ഛൻ. കിടക്കണ വലിയച്ഛൻ. അണ്ണൻ കേക്കണ. അണ്ണൻ കേക്കണെന്നല്ല, കേസൂടെ. അപ്പൊ സുഖം അണ്ണൻ കേക്കണ. എന്റെ വല്യച്ഛൻ മരിച്ചിട്ട് ഇന്നേക്ക് 1.5 വർഷം ആയിരിക്കണോ? ആഞ്ഞിലിക്കുരുവോ? ആയിരിക്കണോന്ന്. അളിയാ, ഇത് ഏത് കുരുവാടാ ഇത്? എന്തോ ആയിരിക്കണു? ഞങ്ങൾ അമേരിക്കയിലെ മതാമന്മാർക്ക് അങ്ങനെ പറയുന്ന ആയിരിക്കണോന്ന്. അമേരിക്ക മതാമാർക്ക് ഇങ്ങനെയാണ് പറയണത്. പിന്നെ സന്ധ്യാസമയത്ത് കുളിച്ചീറിനോടെ മദാമ നിലവിളക്കം കൊണ്ട് തുളസിത്തറ വെച്ചിട്ട് ആയിരിക്കണു എന്ന് പറയും. എടാ നിനക്ക് ഭ്രാന്തോ? അല്ലച്ഛന് മൂടോടെ പിടിതുകൊണ്ട്. ഞാനിവിടെ നിന്ന് പോയപ്പോ എന്ത് സുന്ദര കുട്ടപ്പനാട്ടിരുന്ന വല്യച്ഛനാണ്. ഇപ്പൊ താണ്ട മുടിയൊക്കെ വളർന്നൊരുമാതിരി കാട് പിടിച്ചു പോയല്ലോ വല്യച്ഛ. കുഴപ്പമില്ല, കല്ലുവെട്ടാങ്കുടി ബാബുവിന്റെ ബാർബർ ഷാപ്പിൽ കയറി നമുക്ക് പറ്റ വെട്ടാം. പിന്നെ അല്ല വേണം മോടി ഒന്ന് മസാജും ചെയ്യാം. അസ്ഥി ഒഴുക്കിയിട്ട് നാളെ അങ്ങ് പോകും. പിന്നെ 5 വർഷം കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വരുമ്പോ ഈ പൊന്നു മോളെ വല്യച്ഛൻ എന്താ കൊണ്ടുവരണ്ടേ? കാലയുടെ ഒരു ത്രാപ്പ് ഒരു വെട്ടുക. അതെന്തിനാടാ? നിനക്ക് മണ്ട വരെ ചെത്തി കുടിക്കാനാ. കുഞ്ഞുമോളെ നീ വല്യച്ഛനെ അവിടെ പോയി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് നടത്താം. പിന്നെ ഇത് നടത്തണ്ടേ, കാര്യങ്ങൾ നടത്തണ്ടേ? പിന്നെ അണ്ണൻ കേക്കണം. അണ്ണൻ കേക്കൂണല്ല, കേ സുഗുണൻ. അങ്ങനെ പറ. കേക്ക് സുഖം. എന്റെ വല്യച്ഛന്റെ ഒരൊറ്റ ആഗ്രഹമായിരുന്നേ, വല്യച്ഛന്റെ അസ്ഥി ജയഭാരതി ഒഴുക്കണോന്ന്. പുള്ളിക്കാരൻ നരമ്പാടാ. എന്താ ജയഭാരതി ഒഴുക്കണോന്ന്? എടാ, ഭാരതപ്പുഴ കൊണ്ട് ഒഴുക്കണം, അതാണ് പറഞ്ഞത്. അയ്യോ, എന്നാ പിന്നെ അങ്ങനെ തന്നെ നമുക്ക് ഒഴുക്കാം. ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. ആദ്യമേ നമ്മളെ കൈസറിന്റെ അസ്ഥി എടുത്തതിന് ശേഷം. മഹാഭാവി കേശവൻ വല്യച്ഛന്റെ അസ്ഥി എടുക്കാനല്ലേ? അങ്ങനെ എനിക്ക് ചടങ്ങ് തുടങ്ങാളിയാ. പെട്ടെന്ന് അസ്ഥി എടുത്തിട്ട് ഈ കുടത്തെ വാവട്ടം കെട്ടി വെക്ക്. പാവട്ടം കെട്ടിക്കാൻ ചക്കപ്പുഴുക്കല്ല എന്റെ വല്യച്ഛനാ കിടക്കുന്നത്. അങ്ങനെ എനിക്ക് ഞാൻ മാന്തട്ടാ. മാന്താ ചേമ്പൊന്നുമല്ല, സൂക്ഷിച്ചു മാന്ത എന്റെ വല്യച്ഛനാണ്. സമയം നീ മാന്ത്. എന്തോ ഈ പട്ടി കുറയ്ക്കുന്നത്? അതെ, വല്ലാത്ത ദുശകുനമാണെന്ന് തോന്നുന്നു. അല്ല ഈ ആത്മാവ് വരുമ്പോഴത്തേന് പട്ടി കുറയ്ക്കും. വാക്കത്തി വിഴുങ്ങിയാണല്ലോ എന്റെ വല്യച്ഛൻ മരിച്ചത്. അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഇതേപോലെ അസ്ഥി എവിടെയായിരിക്കുന്നെന്ന് എനിക്ക് പറഞ്ഞതാ. ഇത് എവിടത്തെ അസ്ഥിയടാ? ഇത് കൈസറിന്റെ വാല് വലിച്ച്. അതെ, ഇത് വലിക്കാതെ പോയാട്ട് അമേരിക്ക വെച്ചോണ്ട് പോവാം. ഇത് വേറൊന്നുമല്ല, ഈ വല്യച്ഛൻ ഈ ഷുഗർ ബാധിച്ചാണല്ലോ മരിച്ചത്. അപ്പൊ ഇങ്ങനെ ഇരുന്ന കക്ഷി ഷുഗർ ബാധിച്ച പെട്ടെന്ന് കുടക്കം പോലും ഇങ്ങനെ ആയി. അങ്ങനെ കക്ഷി ഇങ്ങനെ വളയാൻ തുടങ്ങി. ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് ഈ നെറ്റി വന്നിട്ട് വല്യച്ഛന്റെ ഈ തള്ളവരലെ നഖത്തേലടിച്ചോ സെപ്റ്റിക്ക് വന്ന് ചത്തതാ. അങ്ങനെ വളഞ്ഞു പോയതാ. ഇനിയിപ്പോ നമ്മൾ സമയം കളിക്കിട്ട് കാര്യമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ അസ്ഥിയൊക്കെ പറക്കി ഇതിനകത്ത് ഇടുന്ന. കുഞ്ഞുമോളെ, വല്യച്ഛൻ്റെ അടുക്ക് അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഒന്ന് പറ. ഞാൻ എല്ലാം പറയാൻ വന്നത്. My big father, I am going to America. You very simply comedy mana wishwainu lo. Nindu nuttunu molala. Valiyacha. എല്ലാം വല്യച്ഛന് മനസ്സിലായി.
ടൂറിസ്റ്റ് ബസ് അതൊക്കെ പറയാണ് നീ അങ്ങനെ മാറിയില്ലേ കുഞ്ഞുമോളെ എന്നിട്ട് വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നത് ഇനി നമുക്ക് ഒട്ടും സമയം കളയായില്ല നീ പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറിയിരുന്നു കേട്ടാ അപ്പൊ വല്യച്ഛനെ കൊണ്ടുപോണ്ടേ? വല്യച്ഛനെയൊക്കെ ഞാൻ കൊണ്ടുവരാം പൊക്കോ 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 ഉടയാതെ കൊണ്ടുവരാം പൊക്കോ 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 ഓ അളിയാ ഇതുവരെ അവൾ അറിഞ്ഞിട്ടില്ല സേഫ് ആണ്. ഓക്കെ. ഈ ടൂറിസ്റ്റ് ബസ് എന്തിനാ പിടിച്ചെന്ന്? എടാ ഈ വല്യച്ഛൻ ജീവിച്ചിരുന്നപ്പോ ഒരുപാട് സ്ഥലത്ത് പുണ്യ സ്ഥലങ്ങളിൽ പോയി ദർശിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് എന്നെ കൊണ്ട് സാധിച്ചില്ല. ഈ മരിച്ചപ്പോ ഈ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണമെങ്കിൽ നമ്മളത് ചെയ്യണ്ടേ? പിന്നെ. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ ആദ്യം മൈസൂരിൽ പോകുന്നു. എന്തിന്? വല്യച്ഛനെ മൈസൂര് കാണിക്കണ്ടേ? അവിടുന്ന് നമ്മൾ നേരെ ഊട്ടിയിൽ പോണ്ട് കുതിരപ്പുറത്ത് നമ്മൾ കുതിരപ്പുറത്തോ? എടാ വല്യച്ഛന് കുതിരപ്പുറത്ത് കയറണ്ടേടാ. അവിടെ നമ്മൾ നേരെ താജ്മഹലിൽ പോകുന്നു. വല്യച്ഛനെ താജ്മഹൽ കാണിക്കണ്ടേടാ. അവിടുന്ന് നമ്മൾ നേരെ കന്യാകുമാരിയിൽ വന്ന് ഉദയവും അസ്തമയവും നമ്മൾ കാണുന്നു. വല്യച്ഛന് പിന്നെ ഉദയാസ്തമയം കാണണ്ടേ? അതൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ തളർന്നിരിക്കുമ്പോ നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. അപ്പൊ നിനക്ക് അസ്ഥി ഒഴുക്കല്ല, നീ ടൂറാണ് ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നെ ഇതെവിടെ ഒതുക്കാനാ? അതാ റബ്ബറുകളെല്ലാം അങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് നീ വരുന്നെങ്കിൽ വന്നാൽ അസ്ഥി ഒഴുക്കണ്ടേടാ. എന്റെ അച്ഛനല്ലേ ഈ കൈസർ വെട്ടി ഞാൻ എടുത്തോണ്ട് ഒഴുക്കാനായിട്ട്. അതല്ല, നിന്റെ പെണ്ണുമ്പോ ടൂറിസ്റ്റ് ബസ് ഇരിക്കുകയാണ്. ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്നില്ല പിന്നെ സംശയം ഉണ്ടാവത്തില്ലയോന്ന്. ഓ അത് ശരിയാണ്, എടുത്തേക്കല്ലേ. അളിയാ ഈ പട്ടികളെല്ലാം കൂടെ എന്തില്ല നമ്മളെ പിറകെ ഓടി വരണേ? എടാ മനുഷ്യരായാലും മൃഗമായാലും അതിന് വലിയ ആചാരങ്ങള്. എടാ കൈസാര പട്ടിയുടെ ബന്ധുക്കളാണ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ അസ്ഥി എടുക്കും. വിട്ടോടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.